ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഭൂതക്കഥ കേട്ടാലോ? ഒരു 500 കൊല്ലം മുന്നേ ഈ ഹിമേജി കൊട്ടാരത്തിന്റെ പ്രഭുവായിരുന്നു കൊതേരോ നരിമോത്തോ. അദ്ദേഹം ഒരു കുട്ടിയായിരുന്നതിനാൽ ഭരണം നോക്കി നടത്തുവാൻ വേണ്ടി തെത്സുസാൻ എന്ന് പറഞ്ഞ വിശ്വസ്തനായ ഒരു റീജന്റിനായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ ഭരണം തലയ്ക്ക് പിടിച്ച തെത്സുസാൻ ദാൻഷിറോ എന്ന് പറഞ്ഞൊരു സമുറായുമായി കൂട്ടിപ്പിടിച്ച് നൊരിമോത്തോയെ കൊന്നുകളയാൻ പ്ലാൻ ഇട്ടു. ഇതൊക്കെ മനസ്സിലാക്കിയ നല്ലവനായ മറ്റൊരു സമുറായി മോത്തോനോബു ഓക്കിക്കു എന്ന് പറഞ്ഞ ധൈര്യശാലിയും മനോഹരിയുമായ ഒരു പെൺകുട്ടിയെ വേലക്കാരിയായി അവിടെ നിയമിച്ചു. തെത്സുസാന്റെ പ്ലാനുകളെല്ലാം ചോർത്തിയെടുത്ത് ഓക്കിക്കു മോത്തോനോബുവിനെ അറിയിച്ചതുകൊണ്ട് നരിമോത്തോയെ അവർ രക്ഷപ്പെടുത്തി ഇഷിമ എന്ന് പറഞ്ഞൊരു ദ്വീപിലേക്ക് മാറ്റി. പക്ഷെ തെത്സുസാൻ കൊട്ടാരം മൊത്തം പിടിച്ചെടുത്തു. ഓക്കിക്കുവിനെ ദാൻഷിറോയുടെ ദാസിയായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കിക്കുവിനെ പ്രണയിച്ചിരുന്ന ദാൻഷിറോ അവളോട് ആ കാര്യം തുറന്നു പറഞ്ഞു. പക്ഷേ ഓക്കിക്കുവിന് മോട്ടോനോബുവിനായിരുന്നു ഇഷ്ടം. ഇതറിഞ്ഞ് ദാൻഷിറോയ്ക്ക് പകയായി. ആ കൊട്ടാരത്തിൽ വളരെ വിലപിടിപ്പുള്ള 10 പൊൻതളികകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു തളിക ദാൻഷിറോ മാറ്റിവെച്ചിട്ട് ഓക്കിക്കു മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. നിരപരാധിയെ ഓക്കിക്കുവിനെ ആരും വിശ്വസിച്ചില്ല. അങ്ങനെ ഓക്കിക്കുവിനെ അവർ ക്രൂരമായിട്ട് കൊന്ന് അവിടെയുള്ള ഒരു കിണറ്റിൽ തള്ളി. അതിനുശേഷം രാത്രി കാലങ്ങളിൽ ആരോ ആ കിണറിൻ്റെ അവിടെ നിന്ന് 1 തൊട്ട് 9 വരെ എണ്ണുന്നതായിട്ടും കരയുന്നതായിട്ടും ഒക്കെ കേൾക്കാൻ തുടങ്ങിയ ആൾക്കാർ 10ാമത്തെ പാത്രം കിട്ടാതെ ഗതിയില്ലാതെ നടക്കുന്ന ഓക്കിക്കുവിൻ്റെ ആത്മാവാണതെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പിന്നീട് നൊരിമോത്തോ മോത്തോനോബുവിൻ്റെ സഹായത്തോടെ തെത്സുസാനെ തോപ്പിച്ച് കൊട്ടാരമെല്ലാം പിടിച്ചെടുത്തു. എന്നിട്ട് ഓക്കിക്കുവിൻ്റെ ആത്മാവിനെ ജുനീഷോ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ പ്രതിഷ്ഠയായി വെച്ച് ആരാധിക്കുവാൻ തുടങ്ങി. ഓക്കിക്കുവിനെ പറ്റി പല കഥകൾ ജപ്പാനിൽ പ്രചാരത്തിലുണ്ടെങ്കിലും ആ കിണറിൻ്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.